SLC പരീക്ഷയുടെ അവസാന ദിവസമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ്. കുട്ടികളൊക്കെ തന്നെ വളരെയധികം സന്തോഷത്തിലാണ്, എക്സാം കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലുമാണ്. എന്നാൽ ചെറിയൊരു സങ്കടം അവർക്കുണ്ട്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിട്ടുപിരിയുന്നതിനുള്ള സങ്കടം കുട്ടികൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഈ അടുത്ത് കണ്ടു മാഷ് വന്ന് കുട്ടികളെയൊക്കെ പറഞ്ഞു വിടുവാണ്. ആരും തന്നെ പോകാൻ തയ്യാറാകുന്നില്ല. കാരണം അവരുടെ 5 വർഷക്കാലം 10 വർഷക്കാലം പഠിച്ച സ്കൂളിലാണ് അവർ. കൂട്ടുകാരെ വിട്ടുപിരിയുന്ന അതിയായ സങ്കടം കുട്ടികൾക്കുണ്ട്. ഞങ്ങൾ 10 വർഷം കൊണ്ട് തുടങ്ങിയ ജേണിയാണ് കോട്ടൺ ഹില്ലിൽ. ഇപ്പം വിട്ടുപിരിയുമ്പം അഫ്കോഴ്സ് നല്ല സങ്കടമുണ്ട്. പിന്നെ നമ്മൾ 10 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്തൊരു കംഫർട്ട്സ് ഉണ്ട് ഇവിടെ. അതിനിപ്പോൾ പോകുന്ന സ്കൂളിൽ കിട്ടുമോ? ബട്ട് സ്റ്റിൽ എല്ലാവരും നല്ലോണം മിസ് ചെയ്യും. സൂപ്പറായിരുന്നു. നല്ല എളുപ്പമായിരുന്നു അല്ലേ? മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി എല്ലാവരും ഒരു സ്കൂളിലേക്ക് പോകാനാണോ? ഈ സ്കൂളിൽ തന്നെ. ഈ സ്കൂളിൽ തന്നെ ഇവിടെ +1 +2 ഉണ്ടല്ലേ? അടിപൊളിയായിരുന്നു അല്ലേ? ബയോളജി ആയിരുന്നു അല്ലേ? നീ ഏത് സബ്ജക്റ്റ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്? സയൻസ്. ഏതാ? സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. കൊമേഴ്സ്. ഈ സ്കൂളിൽ തന്നെയാണോ ഇനി? ഇവിടെയാണ് താല്പര്യം. കൂട്ടുകാരെയൊക്കെ പിരിയുന്ന സങ്കടം ഉണ്ടോ? സങ്കടം ഒന്നിച്ചായിരിക്കും. ഇത്ര നാൾ ഒരുമിച്ചായിരുന്നു അല്ലേ? സങ്കടം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ 10 വർഷം പഠിപ്പിച്ചതല്ലേ, നമ്മളെ 8, 9, 10 ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടികളാണ്. പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. ഒപ്പം ഉണ്ടായിരുന്നു. ഇനി ഇവർ പോകുമ്പോൾ അടുത്ത ബാച്ച് വരും. ഇങ്ങനെ ഓരോ ബാച്ചുകൾ വരും, പൊയ്ക്കൊണ്ടിരിക്കും. അധ്യാപക നിലയിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളെ തിരക്കില്ല ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അധ്യാപന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്. പക്ഷെ ഇപ്പം നമുക്ക് കുറേ നിയന്ത്രണങ്ങൾ വെക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നമല്ല, ഇപ്പോൾ പെൺകുട്ടികളാണ്. പിന്നെ കാരണം എനിക്ക് ഡിസിപ്ലിൻ്റെ ഒരു ചാർജ് ഉണ്ട്. ഒരു പരിധിവരെ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരം എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറൊക്കെ കണ്ണിൽ വാരിയിടുക, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ ആഘോഷങ്ങൾ ചില സമയത്ത് അതിര് കിടക്കും. എക്സാം പൊതുവേ എളുപ്പമായിരുന്നു. 1-2 ഫിസിക്സ് മാത്രം കുറച്ചൊരു അല്പം ബുദ്ധിമുട്ടായി പിള്ളേർ പറയുന്നുണ്ട്. 100% വിജയമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് കുട്ടികളുടെ എണ്ണം കൂടുതൽ കൊണ്ട് ചിലപ്പോൾ 1-2 പേരൊക്കെ പലപ്പോഴും. പക്ഷേ നമ്മൾ ഒരുപാട് കുട്ടികളെ പ്രത്യേകം സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തു ഈ വർഷം 100% റിസൾട്ടിന് വേണ്ടി. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. മാക്സിമം A+ കൂടെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മിസ് യു എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇനിയിപ്പോൾ കാണാൻ ചാൻസ് ഇല്ലേ? നീ ഒരുമിച്ച് പഠിക്കത്തില്ലേ? ചിലപ്പോ. ഏത് സബ്ജക്റ്റ് ഇനി എടുക്കാൻ പോകുന്നത്? ഞാനാ ഹോം സയൻസ്. അപ്പോൾ ഒരുമിച്ച് പോകാൻ വേണ്ടി തന്നെയാണല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. ഫുൾ A+ ആണോ? 9A+? എങ്ങനെ? ഫുൾ A+ കിട്ടുമായിരിക്കും അല്ലേ? പ്രതീക്ഷയുണ്ട്. കൂട്ടുകാരെ പിരിയുന്ന വിഷമമുണ്ടോ? നല്ലോണം ഉണ്ട്. എത്ര നാളായിട്ട് ഒരുമിച്ച് പഠിക്കുക നിങ്ങളൊക്കെ? നമ്മള് 5ാം ക്ലാസ് തൊട്ടല്ലേ? 10 വർഷമായിട്ട് ഒരുമിച്ച് പഠിക്കുന്നതാണ്. എന്നെ എഴുതിയിരിക്കുന്നത് മിസ് യു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലേ? യൂണിഫോം ലാസ്റ്റ് ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നല്ലേ? അതെ. ഇനി ഏത് സബ്ജക്റ്റ് ആയിരിക്കും? സയൻസ് തന്നെ. എല്ലാവരും സയൻസ് ആണല്ലോ. കുഴപ്പമില്ലായിരുന്നു. ഫുൾ A+ ആണോ? ഫുൾ A+ കിട്ടാൻ അറിഞ്ഞൂടാ. 9A+. 8 അങ്ങനെയൊക്കെ. ഇനി അടുത്ത് ഏത് സബ്ജക്റ്റ് എടുക്കാനാണ് താല്പര്യം? കിട്ടുന്ന ഏതാച്ചാ സയൻസ് എടുക്കണമെന്നാണല്ലേ താല്പര്യം? ഇന്നത്തെ എക്സാം ഏതായിരുന്നു പാടുള്ള എക്സാം? കുറച്ച് മാത്സ് എളുപ്പമായിരുന്നു. ജയിക്കൂലേ? ഫുൾ A+ ആണോ? 9A+? അത്രയ്ക്കൊന്നുമില്ല, ആവശ്യത്തിന് എഴുതിയിട്ടുണ്ട്. ജയിക്കും. കൊള്ളായിരുന്നു. എളുപ്പമായിരുന്നു. ഇതുവരെയുള്ള എക്സാം ഒക്കെയോ? എല്ലാം എളുപ്പമാണ്. മാത്സ് മാത്രം പാടായിരുന്നു. മാത്സ് പാടായിരുന്നല്ലേ? അടിച്ചു പൊളിച്ചല്ലേ? ഈ വർഷം കൂടെ അല്ലേ ഉള്ളു സ്കൂളില്? വിഷമമുണ്ടോ പിള്ളേര്? വിഷമമുണ്ടോ? ഇനി കാണല്ലേ. എന്നാലും ഒരു ആശ്വാസം ഉണ്ടല്ലേ എക്സാം ഒക്കെ കഴിഞ്ഞു? 3 മാസം ഇരിക്കാല്ലേ. എന്താ സെലിബ്രേഷൻ ആണോ ഇവിടെ? കൊള്ളായിരുന്നല്ലേ? ഏതായിരുന്നു പാടുള്ള സബ്ജക്ട്? കെമിസ്ട്രിയും ഫിസിക്സും പാടായിരുന്നല്ലേ? എങ്ങനെ ഫുൾ A+ കിട്ടുമോ? ഫുൾ A+ കിട്ടൂല. 9A+? അത്രയൊക്കെ പ്രതീക്ഷിക്കാം. എങ്ങനെയുണ്ട് ഇപ്പൊ? ആശ്വാസം തോന്നുന്നുണ്ടോ എല്ലാം കഴിഞ്ഞപ്പോ? ഇനിയാണല്ലേ ടെൻഷൻ റിസൾട്ട് വരുന്നത്. കൂട്ടുകാരെയൊക്കെ പിരിയുന്ന സങ്കടം ഉണ്ടോ? ഉണ്ടല്ലേ? സങ്കടം ഉണ്ടല്ലേ? ഇനി കാണുമോ നിങ്ങള്? കാണും. വേറെ സ്കൂളിലൊക്കെ ആയിരിക്കുമല്ലോ ഇനി. വിഷമമുണ്ടല്ലേ? കരഞ്ഞോ? ആരെങ്കിലൊക്കെ കരഞ്ഞിട്ടില്ല. ഇനി എല്ലാരും ഒരു സ്കൂളിലേക്കാണോ പോകാൻ പോകുന്നത്? തീരുമാനിച്ചില്ലല്ലേ? എല്ലാരും വേറെ വേറെ സബ്ജക്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ചെറുതായിട്ട് വിഷമമുണ്ടല്ലോ എന്നാലും.
വിഷമമുണ്ടല്ലേ അറിയല്ലേ പത്തായപ്പോഴാണ് നമ്മൾ ഇത്ര ബോണ്ടായത്. ഓട്ടോഗ്രാഫ് ബുക്കൊന്നും വാങ്ങിയില്ലേ എല്ലാം എഴുതി കഴിഞ്ഞല്ലേ ശരി എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ അവരെനിക്ക് ഫോട്ടോ, ഞങ്ങളുടെ ക്ലാസ് ഫോട്ടോ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ഫോട്ടോസൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലെ പല മൊമെന്റ്സിലെ ഫോട്ടോസ് ഷെയർ ചെയ്ത്. അങ്ങനെ ചില വിഷമമുണ്ട്. ഞാൻ 8ാം ക്ലാസ് മുതൽ ഇവരുടെ ടീച്ചറായിരുന്നു, ക്ലാസ് ടീച്ചറായിരുന്നു. അതെ അതെ, അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ വീണ്ടും ഒരു പരീക്ഷാകാലം കൂടി കടന്നു പോവുകയാണ്. കുട്ടികളുടെയും അധ്യാപകരുടെയും കണ്ണു നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികളെ വിട്ടുപിരിയാൻ തീരെ മനസ്സില്ലാതെ കുട്ടികളും ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുകയാണ്.